ഡൽഹി മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി ഇ.ഡി. അതുപോലെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള CBIയും രംഗത്ത് വരുന്നു എന്ന് വ്യക്തമാകുകയാണ്. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അന്വേഷണ ഏജൻസികളുടെ തീരുമാനം. എന്നാൽ ന്യൂഡൽഹി മണ്ഡലം, അതായത് നിലവിൽ കെജ്രിവാൾ പ്രതിനിധീകരിക്കുന്ന സിറ്റിംഗ് മണ്ഡലമായിട്ടുള്ള ന്യൂഡൽഹി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ അദ്ദേഹം ജനവിധി തേടില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതിന് പകരമായി അദ്ദേഹം മറ്റ് ഒരു മണ്ഡലത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇത്തവണ മനീഷ് സിസോദിയ മത്സരിക്കില്ല. പട്പട്ഗഞ്ചിൽ മനീഷ് സിസോദിയയ്ക്ക് പകരമായി മറ്റൊരാളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ്. മനീഷ് സിസോദിയയ്ക്ക് എതിരെ നിരവധിയായ അഴിമതി ആരോപണങ്ങളും അദ്ദേഹം അഴിമതി കേസിൽ ജയിൽ ജീവിതം നയിച്ച ആളുമാണ്. കെജ്രിവാളും മനീഷ് സിസോദിയയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവരായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ അനേകമാണ്. നിലവിൽ കോൺഗ്രസ് പല മേഖലകളിലും വലിയ കടന്നുവരവ് നടത്തുന്നു എന്ന ഭയം ആം ആദ്മിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം BJPയുടെ മുന്നേറ്റമല്ല ആം ആദ്മിയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. കോൺഗ്രസ് ഇനി തിരിച്ചു വരില്ല എന്ന് കരുതിയിരുന്ന ആം ആദ്മിയുടെ നെഞ്ചത്ത് പടക്കം പൊട്ടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് തിരിച്ചു വരുന്ന, അതിശക്തമായി വരുന്ന അജയ് മാക്കനും അൽക്ക ലാംബയും ഒക്കെ കൃത്യമായി നേതൃത്വം കൊടുത്തുകൊണ്ട് യുവാക്കളെയും അതുപോലെ തന്നെ യുവതികളെയും പുറത്തിറക്കി അവരെ സ്ഥാനാർത്ഥികളാക്കി. പലരും ചെറുപ്പക്കാരാണ്, പലരും ഉദ്യോഗ ജോലികൾ പലതും ചെയ്തു വരുന്നവർ, IT പ്രൊഫഷണൽസായവർ, നിരവധി പേർ അവരുടെ തൊഴിൽ രാജിവെച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നു. ആം ആദ്മി നേരത്തെ ഒരു ടാലൻറ്റ് ഹണ്ട് നടത്തിയിരുന്നു. ആം ആദ്മിയിലെ MLA മാർ പക്ഷേ നിരവധി പേർ അഴിമതി കേസിൽ കുടുങ്ങിയ ഒരു കാഴ്ചയാണ് കാണുന്നത്. അവരുടെ പ്രധാന നേതാക്കൾ തന്നെ അഴിമതി കേസിൽ കുടുങ്ങുന്നത് വല്ലാത്ത ഒരവസ്ഥയാണ്. സതീന്ദ്ര ജെയിൻ അടക്കമുള്ളവർ വലിയ തോതിൽ ആരോപണങ്ങൾ നേരിടുമ്പോൾ വാസ്തവത്തിൽ ഇതിൽ നിന്നും മുഖമിനുക്കിയെടുക്കാൻ ആം ആദ്മിക്ക് വേറെ വഴിയില്ല. ഇന്ത്യ മുന്നണി ഒരു സാങ്കല്പിക സംഭവം മാത്രമാണെന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണിയെ എങ്ങനെ തകർക്കാമെന്നതാണ് ആം ആദ്മിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും വെവ്വേറെയാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആം ആദ്മി പാർട്ടി തീവ്രമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും വില പോകുന്നില്ല. ആം ആദ്മിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പത്തെ ലോക്സഭയിലും ജയിക്കാൻ കഴിഞ്ഞില്ല. BJPയുമായുള്ള നേരിട്ടുള്ള മത്സരത്തിൽ ആം ആദ്മി പാർട്ടി തകർന്ന് തരിപ്പണമാകുന്നതാണ് കാണുന്നത്. കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ് ആം ആദ്മിയുടെ ലക്ഷ്യം. അതിനാണ് പഞ്ചാബിലും മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ കയറി മത്സരിക്കുന്നത്. ഗോവയിലും ഗുജറാത്തിലും ആം ആദ്മിക്ക് അവിടെ സംസ്ഥാന പദവി കിട്ടുന്ന ഒരു പാർട്ടിയായി അംഗീകാരം ലഭിച്ചതുകൊണ്ട് ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ ദേശീയ പദവിയിലേക്ക് കയറി എന്നതാണ് അവർ പറയുന്ന ഒരു കാര്യം. എന്നാൽ വാസ്തവത്തിൽ സംസ്ഥാന പാർട്ടി പദവി കിട്ടാൻ വേണ്ടി കോൺഗ്രസിനെ തേജോവധം ചെയ്യുകയായിരുന്നു ആം ആദ്മിയുടെ ലക്ഷ്യം. BJPയുടെ B ടീമായി എങ്ങനെയാണോ അസദുദ്ദീൻ വൈസിയുടെ AIMIM പ്രവർത്തിക്കുന്നത്, അതിനേക്കാൾ വളരെ ദൂരവ്യാപ്തിയോടെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുന്നത്.